Dear students, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ആക്റ്റീവ് വോയിസ് ആയ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണോ എന്നറിയാൻ ഹാഡ് പ്ലസ് V3 ഫോം, അതായത് വെർബിൻ്റെ തേർഡ് ഫോം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ് ഇതുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായി, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്റ്റീവ് വോയിസ് ആയ ഒരു സെൻറ്റൻസിൻ്റെ റൂൾ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്, അതായത് V3. അതിനെ ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ റൂൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്നായി മാറും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹാഡ് സീൻ എന്നതിൻ്റെ മീനിങ് എന്താണ്? കണ്ടിട്ടുണ്ടായിരുന്നു. ഹാഡ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ഹാഡ് ബീൻ സീൻ എന്നായി മാറും. അതായത് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ ആരുടെ സഹായത്താലാണ് നമ്മളത് കണ്ടത്, അതാണ് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസിനെ മാറ്റുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V3 തേർഡ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. വളരെ എളുപ്പമാണ്. തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹാഡിനും വെർബിനും ഇടയ്ക്ക് ബീൻ എന്ന വേർഡ് കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഹി ഹാഡ് ടേക്കൺ എ ബുക്ക്. ഹി ഹാഡ് ടേക്കൺ എ ബുക്ക്. ഇവിടെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കണം. ഒബ്ജക്റ്റ് എന്താണ്? എ ബുക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഒബ്ജക്റ്റ് വരണം. സോ എ ബുക്ക്, ദെൻ റൂൾ അനുസരിച്ച് ഹാഡ് ബീൻ ടേക്കൺ തേർഡ് ഫോമാണ് ആക്റ്റീവ് വോയിസിലും വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ അത് ആ വെർബ് തന്നെ അതേപോലെ പാസീവ് വോയിസിലും ചേർത്താൽ മതി. ഹാഡ് ബീൻ ടേക്കൺ, ദെൻ ബൈ ഹി എന്നുള്ള സബ്ജക്റ്റ് ഹിം ആയിട്ട് മാറും. അപ്പോൾ ഹി ഹാഡ് ടേക്കൺ എ ബുക്ക് എന്നുള്ളത് എ ബുക്ക് ഹാഡ് ബീൻ ടേക്കൺ ബൈ ഹിം എന്നായി മാറും. നെക്സ്റ്റ് എക്സാമ്പിൾ, ശ്യാമ ഹാഡ് റിട്ടൺ എ സോങ്. ഇവിടെ ഒബ്ജക്റ്റ് എന്തുവാണ്? എ സോങ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്നുള്ളത് ശ്യാമ. അപ്പോൾ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എ സോങ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ശ്യാമ എന്നായി മാറും. എ സോങ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ശ്യാമ. ശ്യാമ ഹാഡ് റിട്ടൺ എ സോങ്. ശ്യാമ ഒരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്തായി മാറും? എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നായി മാറും. എ സോങ് ഹാഡ് ബീൻ റിട്ടൺ ബൈ ശ്യാമ. നെക്സ്റ്റ് എക്സാമ്പിൾ, മൈ അങ്കിൾ ഹാഡ് ഡ്രങ്ക് എ കപ്പ് ഓഫ് കോഫി. ഇവിടെ ഒബ്ജക്റ്റ് എന്നത് എ കപ്പ് ഓഫ് കോഫി എന്നത്, സബ്ജക്റ്റ് എന്നുള്ളത് മൈ അങ്കിൾ എന്നതാണ്. അപ്പോൾ എ കപ്പ് ഓഫ് കോഫി ഇത് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ അതേപോലെ തന്നെ വരും. ദെൻ ഹാഡിനും ഡ്രങ്കിനും ഇടയിൽ ബീൻ എന്നുള്ള വേർഡ് കൂടി ചേർക്കുക. അപ്പോൾ എ കപ്പ് ഓഫ് കോഫി ഹാഡ് ബീൻ ഡ്രങ്ക് ബൈ മൈ അങ്കിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ, they had seen many rivers. ഇവിടെ they എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് എന്നുള്ളത് മെനി റിവേഴ്സ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റ് they എന്ന സബ്ജക്റ്റ് them ആയി മാറണം. മെനി റിവേഴ്സ് ഹാഡ് ബീൻ സീൻ ബൈ them ആയി മാറി. നെക്സ്റ്റ് എക്സാമ്പിൾ, ഐ ഹാഡ് ടേക്കൺ ബാഗ്സ്. ഇവിടെ ഒബ്ജക്റ്റ് ബാഗ്സ് ആണ്, സബ്ജക്റ്റ് ഐ എന്നുള്ള സബ്ജക്റ്റ് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ മീ എന്നായി മാറും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഐ ഹാഡ് ടേക്കൺ ബാഗ്സ് എന്നുള്ളത് ബാഗ്സ് ഹാഡ് ബീൻ ടേക്കൺ ബൈ മീ എന്നായി മാറും. നെക്സ്റ്റ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 5 ക്വസ്റ്റ്യനെ നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മൈ ഡാറ്റർ ഹാഡ് ലേൺഡ് എ പോയം. മൈ ഡാറ്റർ ഹാഡ് ലേൺഡ് എ പോയം. നിങ്ങൾ തനിയെ എഴുതാനായിട്ട് നോക്കുക. ആൻസർ നിങ്ങളൊരു പേപ്പർ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. My daughter had learned a poem. Next question. They had not drunk liquor. They had not drunk liquor. Next question. Shashi had made 2 houses. Shashi had made 2 houses. Next question. Usha had read Oliver Twist.
Usha had read Oliver Twist. Next question. The teacher had taught Viji. The teacher had taught Viji. നിങ്ങൾ ആൻസർ എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്യാം. മൈ ഡാറ്റർ ഹാഡ് ലേൺഡ് എ പോയം. ഇവിടെ എ പോയം എന്നതാണ് ഒബ്ജക്റ്റ്. ഹാഡിനും ലേൺഡിനും ഇടയിൽ ബീൻ എന്ന വേർഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എ പോയം ഹാഡ് ബീൻ ലേൺഡ് ബൈ മൈ ഡാറ്റർ എന്നായി മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേ ഹാഡ് നോട്ട് ഡ്രങ്ക് ലിക്വർ. ഇവിടെ ദേ എന്നുള്ളതാണ് സബ്ജക്റ്റായിട്ട് വരിക. അത് ദമ്മായിട്ട് പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ ദം എന്നായി മാറും. ലിക്വർ ഹാഡ് നോട്ട് ബീൻ ഡ്രങ്ക് ബൈ ദം. ലിക്വർ ഹാഡ് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ലിക്വർ ഹാഡ് നോട്ട് ബീൻ എന്ന് തന്നെ വരണം. നോട്ട് ബീൻ ഡ്രങ്ക് ബൈ ദം. ശശി ഹാഡ് മെയ്ഡ് 2 houses. 2 houses എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. സോ 2 houses ഹാഡ് ബീൻ മെയ്ഡ് ബൈ ശശി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉഷ ഹാഡ് റെഡ് ഒലിവർ ട്വിസ്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ളത് ഒലിവർ ട്വിസ്റ്റ് ആണ്. ഒലിവർ ട്വിസ്റ്റ് ഹാഡ് ബീൻ റെഡ് ബൈ ഉഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടീച്ചർ ഹാഡ് ടോട്ട് വിജി. ഇവിടെ ഒബ്ജക്റ്റ് എന്നുള്ളത് വിജി ആണ്. സോ ഒബ്ജക്റ്റ് ഹാഡ് ബീൻ ടോട്ട് ബൈ ദ ടീച്ചർ. ആൻസർ കറക്റ്റ് ആണോ നോക്കുക. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏത് സെൻറ്റൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ തന്നിരുന്നാലും അത് ആക്റ്റീവ് ഫോം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.